ഇന്ന് രാവിലെ ഒരു കത്തിക്കയറുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിരുന്നു. അതിൽ നമ്മുടെ അനുമോളുടെ ഫോട്ടോ കത്തുന്നതായിരുന്നു. പക്ഷെ ഉറപ്പായിട്ടും അതൊരു ടാസ്ക് ആണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. അതിന് ഈ പറയുന്ന അനുമോൾ എന്തിന് കരയുന്നു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. അതൊക്കെ അവരുടെ ഇമോഷൻസ്. പക്ഷെ ഗെയിമിൽ വരുമ്പോൾ ഫോട്ടോ കത്തിക്കോ വലിച്ചീറി കളയോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫോട്ടോ കത്തിക്കുന്ന ടാസ്ക് അത് ഏത് എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്നിതാ ബിഗ് ബോസ് ഒരു വലിയ ടാസ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സ്വേച്ഛാധിപതി, അതായത് ബിഗ് ബോസ് വീടിനെയും പണിപ്പുരയെയും അവിടുത്തെ മത്സരാർത്ഥികളെയും എല്ലാം ഭരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ അവർക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഘട്ടങ്ങളാണ് ബിഗ് ബോസ് കൊടുത്തത്. ആദ്യ ഘട്ടം ലൈവിൽ കഴിഞ്ഞു. ആ ഒരു സംസാരങ്ങളിൽ നിന്ന് ആദ്യത്തെ ആ ഒരു ഘട്ടം കഴിഞ്ഞു. അതിൽ നിന്ന് 6 പേരെ സെലക്ട് ചെയ്യണം. ഒട്ടും തന്നെ ഫെയർ ആയിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആര് നന്നായിട്ട് സംസാരിച്ചു, നന്നായിട്ട് സംസാരിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവസാനം സെലക്ട് ചെയ്തത് 6 പേരെയാണ്. അതിൽ അനുമോള്, ഒനീല്, അഭി, ശൈത്യ, ജിസേല്, നെവിൻ, ഇവർ 6 പേരാണ്. ഇനി രണ്ടാമത്തെ ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോളിന്റെ ഫോട്ടോ കത്തിക്കുന്ന ആ ഒരു ടാസ്ക്. അതായത് ആ ടാസ്കിൽ 2 ടീമായിട്ട് 3 പേര് വെച്ച് മാറുന്നുണ്ട്. അങ്ങനെ മാറുന്നതിൽ അഭി, ശൈത്യ, അനുമോള് ഇവര് 3 പേരും ഒരു ടീമും, അടുത്ത ഒരു ടീമായിട്ട് ജിസേല്, നെവിൻ, ഒനീല് ഇവര് 3 പേരും അടുത്തൊരു ടീമായിട്ട് മാറുകയാണ്. പക്ഷേ ഇതില് ശൈത്യയും ഈ പറയുന്ന അഭിയും കൂടെ ചേർന്ന് അനുമോളുടെ ഫോട്ടോ കത്തിച്ച് കളയുകയാണ്. സോ ഇമോഷണലി കുറെ കൂടെ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇമോഷണലി കുറച്ച് ഒരു പാവമായിട്ടുള്ള കരഞ്ഞു നടക്കുന്ന അനുമോളെ ഇവർ ഈ ഒരു ടാസ്കിൽ നിന്ന് ഔട്ട് ആക്കുന്നു എന്ന് വേണം അവിടെ കൺസിഡർ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ വേണം നമുക്ക് കരുതാൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത ടീമിൽ അവർ ജയിക്കുന്നത് നെവിനും ജിസേലും മാത്രമാണ്. ഒനീലിനെ അടുത്ത ഒരു ടാസ്കിലേക്ക് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ 3ാമത്തെ ടാസ്ക് ആയിട്ട്, അല്ലെങ്കിൽ 3ാമത്തെ ഘട്ടമായിട്ട് നമുക്ക് ആ ഒരു വടംവലി ടാസ്കിന്റെ പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്നത് 3ാമത്തെ ഘട്ടം. അതൊരു വടംവലി ടാസ്ക് ആണ്. അതിൽ നെവിനും ജിസേലും കൂടെ ഒറ്റ ടീമായിട്ട് വലിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഈ അഭിയും ശൈത്യയും കൂടെ നിന്ന് വലിക്കുന്നുണ്ട്. മാറി നമ്മളെ വിഷമിച്ച് നിൽക്കുന്ന അനുമോളെയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിനി നല്ല ഈവനിങ് ആയിട്ടായിരിക്കും ഈ ഒരു ടാസ്ക് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ വടംവലി അത്ര വെയിലത്തൊന്നും നടത്താനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് എടുത്തു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ശൈത്യയോ അഭിയവും ചേർന്നിട്ടുള്ള ആ ഒരു വടംവലിയാണോ, അതോ നെവിനും അതുപോലെ ജിസേലും ചേർന്നിട്ടുള്ള അവരുടെ ടീമായിരിക്കുമോ ജയിക്കുന്നത്? ഏതായാലും ശരി, ഒരു കാര്യം ഉറപ്പിക്കാം, ഒന്നുകിൽ നെവിനും ജിസേലും സ്വേച്ഛാധിപതികളാകും, അതല്ലെങ്കിൽ അഭിയും ശൈത്യയും ചേർന്ന് സ്വേച്ഛാധിപതികളാകും. ഏതായാലും ശരി, ഇപ്പൊ ഇവരിൽ ആരാവുകയാണെങ്കിലും ശരി, ഒരു കാര്യം ഉറപ്പിച്ചോ, ഇനി അങ്ങോട്ട് ബിഗ് ബോസ് വീടിന്റെയും ബിഗ് ബോസിന്റെയൊക്കെ ഭരണം ഇവരുടെയൊക്കെ കയ്യിൽ തന്നെ വരികയാണെങ്കിൽ പണിപ്പുര ടാസ്ക് എന്തായാലും എല്ലാവരും ഒരു കാര്യത്തിൽ, ഇപ്പം ജിസേലൊക്കെ ആവുകയാണെങ്കിലും ഡ്രസ്സ് വേണം, ഫുഡ് വേണം എന്നൊക്കെ ആയിരിക്കും പറയുക. അവിടെ ജിസേല് ആരെ ഭരിക്കും, എങ്ങനെ കൊണ്ടുപോകും? പക്ഷെ ഇതിന്റെ ഒക്കെ മുകളിൽ ഈ ഒരു മൊത്തം ഷോയും കൺട്രോൾ ചെയ്യാൻ ബിഗ് ബോസ് ഉണ്ട്. നമുക്ക് നോക്കാം എന്തായാലും എന്തൊക്കെയാണ് ഈ ടാസ്കുകൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്കും എന്തൊക്കെ ഗസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഗസ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ അപ് ടു ഡേറ്റ് വീഡിയോസ് ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.